ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നടന്ന T20 വേൾഡ് കപ്പിൽ ഇന്ത്യ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ 76 റൺസിനാണ് പരാജയപ്പെട്ടത്. വളരെ ദയനീയമായ ബാറ്റിംഗ് പെർഫോമൻസ് ആയിരുന്നു ഇന്ത്യ ഇന്ന് കാഴ്ചവെച്ചത്. ഓപ്പണറായി എത്തിയ ഇഷാൻ കിഷൻ എല്ലാ കളിയിലും ഭേദപ്പെട്ട സ്കോർ പുലർത്തിയ ഇദ്ദേഹത്തിന് പോലും ഇന്ന് ഡക്കിൻ ഔട്ടാകേണ്ടത് വന്നു. തുടർന്ന് ബാറ്റിങ്ങിനിറങ്ങിയ തിലക് വർമ്മ 1 റൺസിനാണ് ഔട്ടായത്. റിങ്കു സിംഗ്, സൂര്യകുമാർ യാദവ്, ഹാർദിക് പാണ്ഡ്യ തുടങ്ങിയ വൻ ബാറ്റിംഗ് നിലകൾ പോലും ഇന്ന് വലിയ രീതിയിൽ സ്കോർ നേടാൻ സാധിച്ചില്ല. ആകെ ഭേദപ്പെട്ട രീതിയിൽ സ്കോർ നേടിയത് ഡൂബെ മാത്രമാണ്. ബാക്കി എല്ലാവരും വളരെ ദയനീയമായി സൗത്ത് ആഫ്രിക്കൻ ബോളർമാരുടെ മുമ്പിൽ പതറുകയായിരുന്നു. വിജയം ഉറപ്പിച്ചാണ് ഇന്ത്യ ഇന്ന് ബാറ്റിങ്ങിനിറങ്ങിയതെങ്കിലും സൗത്ത് ആഫ്രിക്കൻ ബോളർമാരുടെ മുമ്പിൽ നിന്നും വളരെ വലിയ തിരിച്ചടിയാണ് ഇന്ത്യൻ ടീം നേരിടേണ്ടി വന്നത്. ഇതിനു മുമ്പുണ്ടായിരുന്ന സൗത്ത് ആഫ്രിക്കയുമായുള്ള 5 മത്സരങ്ങളിൽ വളരെ നല്ല രീതിയിൽ സ്കോർ പുലർത്തി ഇന്ത്യ ചാമ്പ്യൻസായി മാറിയിട്ടുണ്ട്. എന്നാൽ വേൾഡ് കപ്പായ ഇന്നത്തെ മത്സരത്തിൽ ഇന്ത്യ അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു പെർഫോമൻസാണ് കാഴ്ചവെച്ചത്. ഒരു ബാറ്റ്സ്മാന് പോലും കുറച്ച് സമയമെങ്കിലും ക്രീസിൽ നിലയുറപ്പിക്കാൻ സാധിച്ചില്ല എന്നതാണ് സത്യം. സ്ഥിരമായി ഡക്കിൻ ഔട്ടാകുന്ന അഭിഷേക് ശർമ്മ ഇന്ന് 15 റൺസ് എടുത്താണ് പുറത്തായത്. സ്ഥിരമായി വലിയ രീതിയിൽ പെർഫോം ചെയ്യാത്ത തിലക് വർമ്മയും ഇന്ന് 1 റൺസിനാണ് ഔട്ടായത്. സ്ഥിരമായി ടീമിനെ ജയിപ്പിക്കുന്ന സൂര്യകുമാർ യാദവും ഡൂബെയും നല്ല രീതിയിൽ കളിക്കാൻ ശ്രമിച്ചെങ്കിലും വളരെ വലിയ ഒരു സ്കോർ ടാർഗറ്റായി ഉള്ളതിനാൽ അവരെ കൊണ്ടും അധികം സ്കോറുകൾ നേടാൻ സാധിച്ചില്ല. അവസാനം 76 റൺസിന് ഇന്ത്യ പരാജയപ്പെടുകയായിരുന്നു. T20 വേൾഡ് കപ്പ് 2026 ഇന്ത്യയുടെ ആദ്യത്തെ പരാജയം കൂടിയാണ് ഇത്. വരാനിരിക്കുന്ന മത്സരങ്ങളിൽ എല്ലാം തന്നെ ജയിച്ചില്ലെങ്കിൽ ഇന്ത്യക്ക് T20 വേൾഡ് കപ്പ് കിരീടം നഷ്ടമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളായി അറിയിക്കുക. പുത്തൻ ക്രിക്കറ്റ് വാർത്തകൾ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.